മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി മാറാതെ നിൽക്കുന്ന അവസരത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ ആണവ ചർച്ചകൾ വ്യാഴാഴ്ച ജനീവയിൽ വെച്ച് നടക്കും. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയാണ് ചർച്ചകൾ സംബന്ധിച്ച വിവരം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച ജനീവയിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും വീണ്ടും മുഖാമുഖം കാണുന്നത്. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അറിയിച്ചിട്ടുണ്ട്. ആണവ പ്രശ്നത്തിൽ നയതന്ത്രപരമായ പരിഹാരത്തിന് ഇപ്പോഴും നല്ല സാധ്യതയുണ്ടെന്ന് അദ്ദേഹം CBSന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയ കരാറിൻ്റെ കരട് കൈമാറാൻ ഇറാൻ തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആണവ പദ്ധതി ഒഴികെ ഇറാൻ്റെ മിസൈൽ പദ്ധതിയോ മറ്റ് സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണയോ അവിടെ ചർച്ചാ വിഷയമല്ലെന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന് നേരെ പരിമിതമായ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണം എന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ തങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്നാണ് ഇറാൻ തറപ്പിച്ചു പറയുന്നത്. ജൂൺ മാസത്തിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിട്ടില്ലെന്ന് അരാക്ചി അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇറാൻ്റെ മിസൈൽ ശേഷി മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമ്പോഴും പശ്ചിമേഷ്യയിലുള്ള സൈനിക വിമാനങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് അമേരിക്ക. US ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥരെയും വെടിക്കോപ്പുകളും ഉപകരണങ്ങളും വഹിച്ചുള്ള വിമാനങ്ങളുടെ നിരന്തരമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങളുടെ ഗതാഗതം നിരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് റഡാർ പങ്കുവച്ച വീഡിയോയിൽ അമേരിക്കൻ ബേസുകളിൽ നിന്ന് പുറപ്പെടുന്ന ഫൈറ്റർ ജെറ്റുകൾ, റീഫ്യൂവലിംഗ് ടാങ്കറുകൾ, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഐക്കണുകൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണാം. യൂറോപ്പിലൂടെയും മെഡിറ്ററേനിയനിലൂടെയും കടന്നുപോകുന്ന വിമാനങ്ങളുടെ സഞ്ചാരപാതകൾ ഒരു പ്രവാഹം പോലെയാണ് അതിൽ കാണുന്നത്. എയർ ആൻഡ് സ്പേസ് ഫോഴ്സസ് റിപ്പോർട്ട് അനുസരിച്ച് സ്പാങ്കഡാലം എയർബേസ് ജർമ്മനി, ആവിയാറോ എയർബേസ് ഇറ്റലി, മെക്കൻഡയർ ജോയിൻറ്റ് നാഷണൽ ഗാർഡ് ബേസ് സൗത്ത് കരോലിന എന്നിവിടങ്ങളിൽ നിന്നുള്ള F-16 ഫൈറ്റർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ബ്രിട്ടനിലെ റാഫ് ലേക്കൻഹീത്ത്, വെർജീനിയയിലെ ജോയിൻറ്റ് ബേസ് ലാംഗ്ലി യൂസ്റ്റിസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള F-15E സ്ട്രൈക്ക് ഈഗിളുകൾ, F-22 റാപ്റ്ററുകൾ എന്നിവയും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉൾപ്പെടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലെയും പ്രത്യേക ഓപ്പറേഷനിലെയും ആക്രമണങ്ങളിൽ ഈ വിമാനങ്ങൾ നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട്. ഹാരിറ്റ്സ് റിപ്പോർട്ട് അനുസരിച്ച് US നാവികസേനയും തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് അറേബ്യൻ കടലിൽ തന്നെയുണ്ട്. അടുത്തിടെ കരീബിയൻ കടലിൽ ഉണ്ടായിരുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് സ്ട്രൈക്ക് വിമാനങ്ങളുമായി ഈ മേഖലയിലേക്ക് നീങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിക്കുന്ന ഒരു പുതിയ കരാറാണ് അമേരിക്കയുടെ ആവശ്യം. അല്ലെങ്കിൽ ഇറാനിലെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഒരുപക്ഷെ ഇറാനിലെ ഭരണമാറ്റത്തിന് വരെ സൈന്യം തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ ഏതൊരു തരത്തിലുള്ള ആക്രമണത്തിനും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാനും ശക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.